വിചാരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ. എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയാൻ വല്ലപ്പോഴും ഇത്തരം അനുഭവങ്ങളൊക്കെ നല്ലതാണ്. കുട്ടി, കല്യാണം, കുടുംബം ഇതൊന്നും എന്റെ മനസ്സിലില്ല. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. അതൊക്കെ മറന്നിട്ട് ചിരിക്കുന്ന കളിക്കുന്നൊക്കെ. ഈ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനെന്ത് മിണ്ടാനാ? അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. ആരും മനുഷ്യത്വം ഒന്നൊന്നില്ലേ മാഷെ? ഇല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പണ്ട്. ഒക്കെ തെറ്റാ. അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. മറ്റുള്ളവർ വേദനിക്കുന്ന കാണാൻ പറ്റാത്തൊരു മനസ്സ്. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാണ്. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ. പക്ഷെ ആ വീട്, അതിനോട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിപ്പോയി അല്ലേ മാഷെ? ഒന്നിനെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല, മനുഷ്യനായാലും വീടായാലും. ആരോരും ഇല്ലാത്തവനായിട്ട് നീ ഇങ്ങനെ. ആരോരും ഇല്ലെന്നോ? എന്റെ മാഷില്ലേ എനിക്ക് സ്നേഹമുള്ള എത്ര പേരാ ചുറ്റിലും. ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ വെറുതെയാണെന്ന്. അതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ദേ മാഷിയുടെ കണ്ണ് നിറഞ്ഞു. ഒക്കെ ഒരു വേഷമല്ലേ മാഷെ? നമ്മുടെ സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്രയും വിഷമങ്ങൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ഈ നാട് വിട്ടു പോയാലോ മാഷെ? മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? വേദനയല്ല മാഷെ, അസ്വസ്ഥത. ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ. ഒരു മാറ്റം വേണം.